നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ആഴക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കടൽ വീണ കണ്ടെയ്നറുകൾ ഓരോന്നായി പല തീരത്തേക്ക് അടിയുന്നത്. ഇപ്പോൾ കൊല്ലം ശക്തികുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം അടിഞ്ഞ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് മാറ്റുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, കടൽ മാർഗമോ അല്ലെങ്കിൽ കരമാർഗമോ ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. അതായത് ഈ കടൽ പ്രക്ഷുബ്ധമാണ്, അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറിട്ടുകൊണ്ട് ഈ കണ്ടെയ്നർ വലിച്ചു കൊണ്ടുപോയി ഈ കൊല്ലം പോർട്ടിലേക്ക് ഒരു കണ്ടെയ്നർ എത്തിച്ചിരുന്നു. അതവിടെ ലിഫ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ കരയ്ക്ക് അടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ കരയിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഈ കരയിലേക്ക് മാറ്റുന്നത്. ഇത് ഈ കരയിൽ തന്നെ വച്ച ശേഷം, അതായത് റോഡ് മാർഗം കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കരയിൽ വച്ചിട്ട് കൃത്യമായിട്ടുള്ള അനുമതി കിട്ടിയതിന് ശേഷം അത് പൊളിച്ചു കൊണ്ടുപോകുവാനാണ് തീരുമാനം. കാരണം ഈ ഗ്യാസ് കട്ടർ എന്തെങ്കിലുമുള്ള ഉപകരണങ്ങൾ വെച്ച് മാത്രമേ ഇത് പൊളിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാലാണ് അത് ചെയ്യുക. ഇനിയും കണ്ടെയ്നറുകൾ കടലിൽ കിടക്കുന്നുണ്ട്, ഈ തീരത്തോട് അടിഞ്ഞു കിടക്കുന്നുണ്ട്. കടൽ മാർഗം ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മാത്രമേ പോർട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇട്ടിരിക്കുന്ന കണ്ടെയ്നറുകളെല്ലാം പൊളിച്ചു നീക്കിയേ കൊണ്ടുപോകാൻ സാധിക്കൂ. അതിന് കൃത്യമായിട്ടുള്ള അനുമതി വേണം. എന്തായാലും നമ്മളോടൊപ്പം ഈ കമ്പനി നിയോഗിച്ചിട്ടുള്ള വാട്ടർ ലൈനിൻ്റെ അധികൃതർ കൂടെ ചേരുകയാണ്. എങ്ങനെയാണ് ഇനി ഈ കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം? ഇത് ലാൻഡ് സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ മുതൽ 2-3 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. സീ റൂട്ട് വഴി കൊണ്ടുപോകാനുള്ള ഇത് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബാഡ് വെതർ കണ്ടീഷൻ കൊണ്ട് ഇന്നലെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ അഗെയിൻ നമ്മൾ മോർണിംഗ് 4 o'clock ടൈഡിൻ്റെ ഹെൽപ്പോടുകൂടി ട്രൈ ചെയ്തു. ബട്ട് നമുക്ക് സാധിച്ചില്ല. ഫിഷിംഗ് ബോട്ടും ടക്സും വരാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം ആ ഓപ്പറേഷൻ ഉപേക്ഷിക്കുകയും നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ ക്രെയിൻ വെച്ച് ലാൻഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഗ്യാസ് കട്ടിങ് ചെയ്ത് നമുക്കിത് ലോഡ് ചെയ്യാനുള്ള ഇതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ ട്രെയിലർ വരാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. റോഡ്സ് ട്രെയിലർ വരാനുള്ള ഒരു പർട്ടിക്കുലർ പൊസിഷൻ അല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലേസ്. അതുകൊണ്ട് ഗ്യാസ് കട്ടിങ് ആണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത്. ഈ പോർട്ടിലേക്ക് ഒരു കണ്ടെയ്നർ കൊണ്ടുപോയിരുന്നു കഴിഞ്ഞ ദിവസം, ഈ ഒഴുകി നടന്ന കണ്ടെയ്നർ. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടേക്ക് എത്തിക്കാൻ? ഇല്ല, അത് ടോ ചെയ്തുകൊണ്ട് വരുന്നതിന് ഒരു റഫ് വെതറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് അറൗണ്ട് ഒരു 4 hours ഓപ്പറേഷനിലോടുകൂടി നമുക്ക് സക്സസ്ഫുള്ളി അത് ചെയ്യാൻ പറ്റി. ഇന്ന് മോർണിംഗ് തന്നെ അറൗണ്ട് 10 o'clock നമ്മളത് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ബെർത്തിലോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഇനിയും ഉണ്ടോ, നിരീക്ഷിക്കുന്നുണ്ടോ അത്തരത്തിൽ? അത് എല്ലാ ഗവൺമെൻറ് ബോഡീസ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, കോസ്റ്റ് ഗാർഡ്, നേവി, എല്ലാ ഫോഴ്സസും ഇവിടെ തന്നെയുള്ള കളക്ടർ, എല്ലാ ഗവൺമെൻറ് ബോഡീസിൻ്റെയും വളരെ അധികം ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ടെയ്നർ സ്പോട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ടക്സ് ഉണ്ട്. ടക്സ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. കണ്ടെയ്നറുകൾ സ്പോട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മളത് പിക്ക് ചെയ്യാനുള്ള ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. തീരത്ത് ഏകദേശം 34ഓളം കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമുള്ള കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ തന്നെ മാറ്റി വെക്കുവാനുള്ള തീരുമാനമാണ് നിലവിൽ. ഇപ്പോൾ ഈ പ്രസന്റ് എങ്ങനെയാണ് നമ്മുടെ വ്യക്തമാണ് മനോജ്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് മാറ്റുകയാണ്. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നീക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശക്തികുളങ്ങരയിൽ നിന്നും മനോജ്.